ഞാൻ പറഞ്ഞത് പരിശോധന നടത്തണമല്ലോ. ഇപ്പോ ഞാനും അയച്ചിട്ടുണ്ട് കത്ത്, ആർക്ക്, നിതിൻ ഗഡ്കരിക്ക്, കേന്ദ്രമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് കത്ത്. പേടിച്ചിരിക്കുന്നത് മാത്രമല്ല, ധാരാളം കനാലുകൾ, തോടുകളൊക്കെ അടഞ്ഞുപോയി, കനാലുകളെല്ലാം അടഞ്ഞുപോയി. ഭയങ്കര അശാസ്ത്രീയമാണ്. ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിൽ പോലും ഭയന്നായിരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഹൈവേ നിർമ്മാണത്തിന്റെ പ്രദേശത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് അറിയില്ല. വേറൊന്നുമില്ലല്ലോ. നിങ്ങളോടൊരു കാര്യം കൂടി പറയാൻ. നിങ്ങൾ ഇന്നലെ KPCC യോഗം കഴിഞ്ഞപ്പോൾ കുറെ പേര് പുനഃസംഘടന ഉണ്ടാവില്ല നിങ്ങളങ്ങ് തീരുമാനിക്കുകയാണ്. ഞാൻ പറയാണ്, KPCC പ്രസിഡന്റാണ് പറയുന്നത്, ഇന്നലെ അങ്ങനെ ഒരു ചർച്ചാ മീറ്റിംഗിൽ നടന്നിട്ടേ ഇല്ല. ഒന്ന്, എന്നിട്ട് ഇന്നലെയും ഇന്നുമായിട്ട് ആ വാർത്ത കൊടുത്തിട്ട് ഇപ്പൊ ഉച്ചയായപ്പോൾ പറയാണ് കേരള നേതാക്കളെ മറികടന്ന് പുനഃസംഘടന നടത്താൻ ഹൈക്കമാൻഡ്. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ചാനലുകൾ, കുറച്ച് മാധ്യമങ്ങൾ CPM-ന്റെ പിണിയാളുകളായി പ്രവർത്തിച്ച് കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കട്ടെ. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യമാണ് പുനഃസംഘടന. അതായിട്ട് നടക്കൂലെന്ന് നിങ്ങൾ പറയുക, പിറ്റേ ദിവസം ഹൈക്കമാൻഡ് നടത്തുമെന്ന് പറയുക. നിങ്ങൾ ഇനിയും KPCC പ്രസിഡന്റിനെ തീരുമാനിച്ച് കുറെ പേര് വഷളായതാണ്. ഇനി നിങ്ങളുടെ വിശ്വാസ്യത എല്ലാവരോടും അല്ല ഞാൻ പറഞ്ഞു, ചെയ്യുന്നവർക്ക് അറിയാം ആരാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ വിശ്വാസ്യത ദയവ് ഇത് നിങ്ങൾ കളയായിരിക്കും. നമുക്കെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണം. നിങ്ങളെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനൽ കാണുമ്പോൾ മാറ്റാൻ നമ്മളെയും കൊണ്ട് തോന്നിപ്പിക്കും. വിശ്വാസ്യത, നിങ്ങളുടെ വിശ്വാസ്യത നിങ്ങൾ കളയരുത്. നിങ്ങൾക്ക് എന്ത് കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ നടക്കണം? ഞാൻ ചോദിക്കാം, എന്തിനാ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ നടക്കണം? ഇല്ലാത്ത കഥകൾ കോൺഗ്രസിനെ കുറിച്ച് ഉണ്ടാക്കണ്ട. ഞങ്ങളെല്ലാം കൂടി ഇന്നലെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു വാർത്ത വന്നിട്ട്. പുനഃസംഘടന ഇല്ലാന്ന് ഇന്നലത്തെ യോഗം തീരുമാനിച്ചത്. ഇന്നലത്തെ യോഗം അതിനാണോ വിളിച്ചു കൂട്ടിയത്? ഇന്നലത്തെ യോഗത്തിൽ ആ വിഷയം ചർച്ച പോലും വന്നിട്ടില്ല. നിങ്ങളിങ്ങനെ ഓരോ കഥകൾ ചമയുക. നിങ്ങളുടെ വിശ്വാസ്യത കളയല്ലേ എന്നൊരു, ഞാൻ പറഞ്ഞല്ല, വിമർശനമല്ലട്ടാ, പരിഭവം. ചർച്ചകൾ തുടങ്ങി തോന്നുന്നു. അതൊക്കെ ഉചിതമായ സമയത്ത് നേതാക്കൾ കൂടിയിരുന്ന് ഉചിതമായ തീരുമാനം എടുക്കും. അതൊക്കെ ആഭ്യന്തരമായ പ്രശ്നങ്ങളല്ലേ. നിങ്ങളോട് വന്ന് രാവിലെ വന്ന് കോൺഗ്രസ് പുനഃസംഘടനയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഓരോ സ്ഥലത്ത് DCC പ്രസിഡന്റിനെ ഉണ്ടാക്കണം, 4-5 പേര് ഉണ്ടാക്കണം. ആളുകൾ ചിരിക്കുന്നുണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ചെയ്യുന്നവര് എല്ലാവരും അല്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിമർശിക്കില്ല മാധ്യമങ്ങളെ, സ്വാഗതം ചെയ്യുള്ളൂ. നിങ്ങൾ എന്നെ വിമർശിച്ചാൽ പിന്നെ ഞാൻ നോക്കും, അല്ലാതെ കറക്റ്റ് ചെയ്യാണ്ടാന്ന് നോക്കുന്ന ആളാണ്. ഇത് പരിഭവമാണ് ഞാൻ പറഞ്ഞു.